എടാ, സെയിം ആൾക്കാര്, സെയിം പ്ലാൻ, സെയിം വീട്, സ്ഥലം എന്തോ ആണെങ്കിലും പക്ഷെ ക്ലൈമറ്റ് ഒന്ന് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ സ്വഭാവം ഡിഫറെന്റ് ആവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓ! അല്ലേ? ചൂടുകാലം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ഗോവ വൈബ്. അതേസമയം മഴ വന്നാലോ ഗ്ലൂമി മൂഡ്. അല്ലേ? അപ്പൊ ശരിക്കും വെതർ ആണോ നമ്മുടെ മൂഡിനെ ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? എനിക്കൊന്ന് വെതർ ഒരു സ്വിച്ച് ആണ് തോന്നൂടാ. അതായത് സണ്ണി ഡേ ആണെങ്കിൽ മൂഡൊക്കെ ഹൈ, സോഷ്യലൈസ് ചെയ്യാനൊക്കെ ഉള്ളൊരു മൂഡ്. മഴയാവുമ്പളേക്കും കുറച്ചും കൂടി കോസി ഒരു ലേസി മൂഡ്. ഇനിയിപ്പോ ക്ലൗഡി വെതർ ആണെങ്കിൽ ഡള്ളായി, എനർജി ഒക്കെ ലോ അങ്ങനെ തോന്നും. അപ്പൊ സയന്റിഫിക്കലി എന്താന്ന് വെച്ചാൽ സൺലൈറ്റിൽ സെറോട്ടോണിൻ ഉണ്ടല്ലോ. അപ്പം നല്ല സണ്ണി ഡേ മൂഡൊക്കെ ഹൈ ആയിരിക്കും. ബാക്കി ദിവസങ്ങളിൽ സൺ കുറയുന്നതിനനുസരിച്ച് മൂഡ് ലോ ആയി വരികയായിരിക്കും. അതെ. വെതർ ശരിക്കും നമ്മുടെ മൂഡിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട് അല്ലേ? ഒരു മഴക്കാലം വരുവാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് കുറേ നൊസ്റ്റാൾജിയ ആയിരിക്കും. കുറേ തോട്ട്സും പഴയ തോട്ട്സിലോട്ടും ഒക്കെ പോകും. അതേസമയം ഒരു കോൾഡ് വെതർ ആണെങ്കിലോ, നമുക്ക് ഭയങ്കര കംഫർട്ടബിളി ഇരിക്കാനാ തോന്നുന്നേ. ഫുഡ് കഴിക്കുക, ബ്ലാങ്കറ്റൊക്കെ പുതച്ച് കിടന്നുറങ്ങുക, അല്ലേ? അതേസമയം സണ്ണി ആണെങ്കിലോ, ചിലപ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാവും. അതുപോലെ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആയിരിക്കും. ഒരു ഒരു അടി ഉണ്ടാക്കാനുള്ളൊരു മൂഡായിരിക്കും. ഇപ്പൊ വേറൊരു കാര്യമുണ്ട്. നമ്മൾ ജനറലി ഇപ്പൊ എവിടെയെങ്കിലും ട്രിപ്പ് പ്ലാൻ ചെയ്യാന്ന് വെച്ചോളൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? അവിടുത്തെ വെതർ എങ്ങനെയാണ്? വെതർ ഫോrecast എന്തായാലും നോക്കും. മഴയാണോ? എങ്ങനെയാണത്? ഇനി അതൊക്കെ പോട്ടെ. നമ്മള് ഇപ്പൊ ഒന്ന് ജിമ്മിൽ പോവാനോ അല്ലെങ്കിൽ ഒരു വാക്കിന് പോവാനോ പ്ലാൻ ചെയ്യുന്ന ദിവസമാണെങ്കിൽ പെട്ടെന്ന് മഴ പെയ്തു. ആദ്യം നമ്മൾ എന്താ തീരുമാനിക്കുക? ഇന്ന് വേണ്ട. നാളേക്കാവാം. ഇനി പോട്ടെ നമ്മൾ ഷോപ്പിങ്ങിന് പോവാ വിചാരിച്ചു. ഉച്ചയാണ്. ഭയങ്കര ചൂട്. ഉടനെ പ്ലാൻ മാറ്റി. വൈകുന്നേരം പോവാ. ഒന്ന് വെയിലാറട്ടെ. അപ്പം വെതർ നല്ലോണം നമ്മുടെ പ്ലാൻസിനെ എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് സത്യാ. പ്ലാൻസിനെ മാത്രമല്ലടാ, റിലേഷൻഷിപ്പിനെ എഫക്റ്റ് ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം, ഒരു നല്ല മഴക്കാലമാണെങ്കിൽ നമുക്ക് കയ്യിലൊരു നല്ല ചൂട് ചായയും ഇഷ്ടമുള്ളവരും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട, മൂഡ് ഭയങ്കര നല്ല മൂഡായിരിക്കും. അതേസമയം കോൾഡ് വെതർ ആണെങ്കിൽ നമുക്കിങ്ങനെ എന്താ പറയാ, ചേർന്നിരിക്കാനുള്ളൊരു തോന്നലായിരിക്കും. അതേസമയം സമ്മർ ആണെങ്കിലോ ഇതുപോലെ തന്നെ പെട്ടെന്ന് അടി ഉണ്ടാക്കാനോ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യത്തിൽ ഇറിറ്റേറ്റഡ് ആവാനോ ഒക്കെയുള്ള മൂഡായിരിക്കും കൂടുതൽ, അല്ലേ? ഉം. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ആവാൻ പാടില്ല. നമ്മളിങ്ങനെ വെതറിനനുസരിച്ചിട്ട് നമ്മുടെ മൂഡ് മാറി പ്ലാൻസ് മാറരുത്. നമുക്കായിട്ടൊരു ചെറിയ ഡിസിപ്ലിൻ ഒക്കെ ഉള്ളത് നല്ലതാണ്. എല്ലാ വെതറും എൻജോയ് ചെയ്യാൻ പറ്റണം. ഇപ്പൊ സമ്മർ ആണെങ്കിൽ നമ്മൾ കുറെ സമ്മർ ടിപ്സ് ഒക്കെ ഉള്ള ഒരു ചെറിയ വീഡിയോ ഇട്ടിട്ടില്ലേ? അത് ചെയ്യുക. പിന്നെ ഈ കുട പിടിക്കുക, സൺസ്ക്രീൻ യൂസ് ചെയ്യുക, പുറത്തിറങ്ങുക. ഇനി മഴ പെയ്താലും ഇതേപോലെ പോഞ്ചോ, റെയിൻകോട്ടോ, കൊടയോ പിടിച്ച് പുറത്തിറങ്ങുക. അപ്പം വെതർ നമ്മളെ ഫുള്ളി കൺട്രോൾ ചെയ്യാൻ പാടില്ല അല്ലേ? അതെ. വെതറിന് എന്തായാലും ഇൻഫ്ലുവൻസ് ഉണ്ട്. നമ്മുടെ മൂഡ്, നമ്മളുടെ എന്ത് പ്ലാൻസ് ആണെങ്കിലും, റിലേഷൻഷിപ്പ് ആണെങ്കിലും എല്ലാത്തിലും വെതറിനൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്. പക്ഷെ കൺട്രോൾ ശരിക്കും വെതറിന് കൊടുക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. ഭയങ്കര ഹോട്ട് വെതർ ആവുമ്പം നമ്മൾ ദേഷ്യപ്പെടണം, അല്ലെങ്കിൽ ഫുൾ എനർജി ആവണം. റെയിനി മൂഡ് ആവുമ്പത്തേക്കിന് നേരെ തിരിച്ചാവണം എന്നൊന്നും റൂളൊന്നും ഇല്ല. ആക്ച്വലി കൺട്രോൾ നമ്മുടെ കയ്യിലാണെങ്കിൽ ഏത് വെതറിനെയും നമുക്ക് സുഖമായി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എന്തായാലും ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇങ്ങനെ വെതർ ചേഞ്ച് വരുമ്പോൾ നമുക്ക് വല്ല ചേഞ്ച് ഉണ്ടോന്ന് നോക്കാം. ഇനി നമുക്കൊരു ചേഞ്ചും കാണുന്നില്ലെങ്കിൽ നമ്മളെ ചുറ്റും വീട്ടിലുള്ളവർക്ക് വല്ല ചേഞ്ചും ഉണ്ടോ നോക്കുക. ഇതൊക്കെ ഒരു രസമല്ലേ? നമുക്ക് പഠിക്കാലോ ആൾക്കാരുടെ സ്വഭാവം, വെതറുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. അതെ, ഇടയ്ക്ക് തമാശയും പറയാറുണ്ട്. എന്തെങ്കിലും പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ ഞങ്ങള് വീട്ടിൽ പറയും, വെളിയിലോട്ട് ഇറങ്ങി കുറച്ച് ചൂട് കൊണ്ടുവാ അതിന്റെയാണ്. അപ്പോൾ നമുക്ക് വെതറും നമ്മുടെ മൈൻഡ് സെറ്റുമായിട്ടുള്ള എന്താണ് കണക്ഷൻ എന്ന് കണ്ടുപിടിക്കാൻ ഒരു കുഞ്ഞ് എപ്പിസോഡാണിത്. താങ്ക്സ് ഫോർ വാച്ചിങ് എക്കോസ് ഓഫ് വിത്ത് രൺ ആൻഡ് ഗോ. ഡോണ്ട് ഫർഗെറ്റ് ടു കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്.